Thank you, Dr. Dhanesh. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ വെബ് പരമ്പരയുടെ 1343 ദിവസമാണ്. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്, നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത് നമുക്ക് ഏവർക്കും പരിചിതയായ മുഖം തന്നെയാണ്. നമ്മുടെ പ്രിയ മോഡറേറ്റർ അജിനി ഷംസുദ്ദീൻ, ഡോക്ടർ അജിനിയാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത്. മനസ്സിനെ എങ്ങനെ കീഴടക്കാം എന്നുള്ള വിഷയത്തിലാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് മറ്റൊരു മുഖവുമായി എത്തിയിട്ടുള്ള ഡോക്ടർ അജിനിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. താങ്ക് യു. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് കാണാറില്ലേ? ഇല്ലായിരുന്നു. ഞാന് UAE വന്നു. അപ്പോ വരുന്നതിന് മുമ്പായിട്ടുള്ള അവിടുത്തെ കുറച്ച് പണികൾ, പിന്നെ മോന്റെ എക്സാം, അങ്ങനെ പല കാര്യങ്ങളായിട്ട് ബിസിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് നാള് പുറത്തായിരുന്നു. പറഞ്ഞാൽ നമ്മുടെ IFPHന് പുറത്തായിരുന്നു. ഓക്കെ, അപ്പോ നമ്മളെപ്പോഴും ഹെഡിങ് മനസ്സിനെ എങ്ങനെ കീഴടക്കാന്ന് തന്നെ കൊടുക്കുവാണെങ്കിലും വേറെ വേറെ സബ്ജക്റ്റ് ആണ്. അപ്പോ ഇന്ന് നമ്മള് പറയാൻ പോകുന്ന ഡെയർ ടു ഡ്രീം ബിഗ്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണം, സ്വപ്നം കാണണം എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ നമുക്ക് തോന്നുന്നത് എന്താണ് അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതെന്ന്. കാരണം നമ്മളെപ്പോഴും നമ്മളെ ഒരുപാട് ലിമിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, എന്താ എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ആരെയും ആശ്രയിക്കാതെ ജീവിച്ചാൽ മതി, ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ സ്വപ്നങ്ങൾ. അതായത് നമുക്ക് ആരെ ആശ്രയിക്കാതെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി, നമ്മുടെ ആവശ്യങ്ങൾ നടന്നാൽ മതി, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. പക്ഷെ അത് മാറിയിട്ട് നമ്മള് കുറച്ചും കൂടെ നമുക്കിപ്പം ഇപ്പൊ ഈ ഒരു IFPH തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു ഇത്രയും ദിവസമായിട്ട് ഇത് നടത്തണം എന്ന് ചില ആൾക്കാരുടെ മനസ്സിലുദിച്ച ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് തുടങ്ങി വെച്ചു നമ്മൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞതുപോലെ പല സ്വപ്നങ്ങളും നമ്മൾ കണ്ടാൽ മാത്രമേ നമുക്ക് നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോ ആദ്യം ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു പിക്ചർ വേണം, അല്ലെങ്കിൽ ഒരു സ്വപ്നം വേണം. അപ്പൊ ഏതൊരു സക്സസിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം നമുക്ക്. ഇപ്പോ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം എന്നുള്ള നമ്മുടെ സ്വപ്നം, അല്ലെങ്കിൽ നമ്മളുടെ കോവിഡ് വാക്സിനേഷൻ പറ്റാവുന്നവരെ കൊണ്ടൊന്നും എടുപ്പിക്കാതിരിക്കണം എന്നുള്ളൊരു സ്വപ്നം, അതൊക്കെയാണ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തത്. അപ്പോ ഇങ്ങനൊരു സ്വപ്നം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്ത് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, എല്ലാവരും ചോദിക്കുക അതാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ, ജീവിതത്തിൽ ഒരു മുട്ടൊന്നും ഇല്ലാതിരുന്നാൽ പോരെ. അതൊക്കെ ശരിയാണ്, അതൊക്കെ നോർമൽ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഓരോരുത്തരെയും കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമുക്കൊരു സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യവും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ്, നമ്മളുടെ ഡെയിലി ടാസ്കിനെ കുറിച്ച്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ആയിട്ടിരുന്നാലും നമ്മളുടെ മെഡിസിനെ കൊണ്ട് ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മളത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇതിൽ തന്നെ ഹ്യൂബർട്ട് ഡോക്ടർക്ക് പാടാനുള്ള കഴിവുണ്ട്. ഓരോരുത്തർക്കും ഇപ്പൊ ഒരുപാട് പേർക്ക് പാടാനുള്ള കഴിവുണ്ട്, ഒരുപാട് പേർക്ക് മോഡറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരുപാട് പേർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്, എത്രത്തോളം ഇതാക്കുന്നുണ്ട്.
ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ആ ചിന്ത ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ്. അത് നമുക്ക് മാറേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിനും എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരാള് ജീവിക്കുക, നമുക്ക് ഒരു ജോലി നേടുക, കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുക, അവരും എവിടെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചാക്കുക എന്നതിലുപരി നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ സ്വപ്നം കാണണം, അത് നടപ്പിലാക്കണം. എന്തെങ്കിലും നമ്മൾ ഓരോരുത്തരെയും കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും. ആ പറ്റണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കൊരു സ്വപ്നം വേണം. അപ്പൊ നമുക്ക് ഈ എപ്പോഴും തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. നമ്മൾ എപ്പോഴും നമ്മൾ ജീവിച്ച സാഹചര്യം, നമ്മളുടെ വീടിന്റെ സാഹചര്യം, അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചർ, നമ്മളുടെ മതം തന്ന ഇത്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇത് കാണും. ഒരു നാടിന്റെ കൾച്ചർ, അവരുടെ പേരൻസിന്റെ കൾച്ചർ, അതിൽ നിന്നൊക്കെ വിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് യുവർ കപ്പാസിറ്റി ടു തിങ്ക് ഡിഫറെന്റ്ലി ആൻഡ് ക്രിട്ടിക്കലി ആൻഡ് ഫ്ലെക്സിബിളി. അപ്പൊ നമ്മള് ഒന്ന് കുറച്ചുകൂടെ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ അതിലേക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോ നമ്മള് ഒരു ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സൂം പ്ലാറ്റ്ഫോം വേണം എന്ന് വിചാരിച്ചു. സൂം പ്ലാറ്റ്ഫോം വേണം എന്ന് വിചാരിച്ച് അതിൽ കുറച്ചു പേര് നിന്നപ്പോഴാണ് ഇത്രയും പേര് കൊണ്ട് സാധിക്കത്തില്ല, കുറച്ചുകൂടെ ആൾക്കാർ വേണമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ഇപ്പോ ഈ നമ്മുടെ ഒരു സൂം പ്ലാറ്റ്ഫോം തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സിന് ക്ലാസ് കിട്ടുന്നു എന്നുള്ളതിലുപരി ഇത് ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് മറ്റുമൊക്കെ കണ്ടിട്ട് ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് പോലും ആ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. കുറേയധികം നാൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്മള് അതായത് ഹോമിയോപ്പതിക്കുള്ള പോപ്പുലാരിറ്റി കൂടും. അത് മാത്രമല്ല, ആ ആൾക്കാർക്ക് അവയർനെസ് കൂടും. അത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യും. അങ്ങനെ ഏതൊരു കാര്യത്തിനും നമുക്ക് വീണ്ടും വീണ്ടും നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ഈ സൈഡിലത്തെ സ്ലൈഡിന്റെ മുഴുവൻ കാണാൻ പറ്റുന്നില്ല. ഇത് ഓക്കെ. അടുത്തത് യുവർ കപ്പാസിറ്റി ടു ഓവർകം എനി ഒബ്സ്റ്റക്കിൾസ് ടു ചലഞ്ച് ദാറ്റ് ഈസ് ത്രോൺ യു. നമുക്ക് ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിയാലും, ഇപ്പൊ നമ്മള് ആസ് എ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം മറ്റുള്ളവർക്ക് നമ്മളുടെ ഉയർച്ചയിൽ കുശുമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇത് ജീവിതത്തിൽ ഏതൊരു സ്ഥലത്തും വരും. അപ്പൊ മിക്കവാറും നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ 1, 2, 3 ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ പുറകെ ഒന്നും പോകണ്ട, നമുക്ക് സ്വസ്ഥമായ ജീവിതമാണ് എപ്പോഴും ആവശ്യം. പക്ഷെ അങ്ങനെയല്ല, നമുക്കുള്ള തടസ്സങ്ങൾ നമ്മൾ എപ്പോഴും ഓവർകം ചെയ്താൽ മാത്രമാണ് നമുക്ക് ധൈര്യം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നമ്മുടെ ഇമാജിനേഷനെ ഒന്നും കൂടെ വലുതാക്കണം. സ്ട്രെച്ച് യുവർ ഇമാജിനേഷൻ ദ പോസിബിലിറ്റീസ് ഓഫ് യുവർ കറന്റ് സർക്കംസ്റ്റൻസസ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പൊ പല ആൾക്കാരും പറയും അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ആവശ്യമില്ലാത്ത ചിന്തകളാണ്, കുറച്ചും കൂടെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു അത്യാഗ്രഹമാണ്. അങ്ങനെയല്ല, നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് എല്ലാത്തിലും കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് നോളജ് എടുക്കാനെങ്കിലും പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുന്നതാണ് നമ്മൾ ഒന്നിന്റെ പുറകിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. നമ്മളുടെ പർപ്പസ് എന്താണ്? ഇപ്പൊ ഞാനിപ്പം പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് കാണും. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇത്രയും ജനങ്ങളെ സഹായിക്കണം, ഇത്രയും ചാരിറ്റി ചെയ്യണം, ഇത്രയും ജനങ്ങൾക്ക്, ഇത്രയും ഓൾഡ് ഏജ് ഹോമിലൊക്കെ കുറെ ഹോമിയോപ്പതിക് മെഡിസിൻ എത്തിക്കണം, അവർക്ക് ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെ നമുക്കൊരു പർപ്പസ് വേണം. നമ്മുടെ പർപ്പസ് എന്താണ്, ഗോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഗോൾ സെറ്റിങ്ങിന്റെ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധം വേണം. എപ്പോഴും നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻ യുവർ തോട്ട് ഫാക്ടറി ഈസ് അണ്ടർ ദ ചാർജ് ഓഫ് 2 ഫോർമാൻ. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് ചിന്ത വന്നാലും നമ്മൾ ഒരാളെ നെഗറ്റീവ് അടിക്കും, നമുക്ക് ചിലപ്പോൾ ഒരു കാര്യമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് ചെയ്യണം തോന്നും, ഓ അത് ഞാൻ ചെയ്യും എന്നൊക്കെ ഓർക്കും. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഒന്നും കൂടെ ചെയ്യാമെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമ്മളോട് വേറൊരാൾ അവിടെ നിന്ന് പറയും, ഇതിനൊക്കെ ഭയങ്കര മെനക്കേടാ, ഇതിനൊന്നും നമ്മൾ പോകരുതെന്ന് പറയും. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു രീതിയാണ് നമ്മളെങ്ങനെ പുറകോട്ട് വലിക്കുക എന്നുള്ളത്. കാരണം
നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ മാതാപിതാക്കൾ കുട്ടികളോട് അത് സൂക്ഷിക്കണേ, വെള്ളത്തിൽ പോരുതേ എന്നൊക്കെ പറയുന്നത് പോലെ, ഈ വെള്ളത്തിൽ പോകാതെ ഇരുന്നാൽ ഒരിക്കലും അവര് സ്വിമ്മിങ്ങോ മറ്റു കാര്യങ്ങളോ പഠിക്കത്തില്ല, വെള്ളത്തിന്റെ പേടി മാറത്തില്ല എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആഗ്രഹം കാണും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബ്രെയിനും. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ സംസാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അതിന് വാച്ച് ചെയ്യാറില്ല. വേണ്ട, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയും. പക്ഷേ ഒരാള് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നെങ്കിലും പലപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാത്ത മറ്റൊരാളുടെ സംസാരമായിരിക്കും നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. നമ്മള് എന്താ പറയുന്ന ആ നെഗറ്റീവ് ആയിട്ടുള്ള നിന്നെ കൊണ്ടത് പറ്റുമോ, നീ 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 അത്രയും സ്ട്രോങ് അല്ലല്ലോ, നീ അത് ചെയ്യാനായിട്ട് നീ പോരാ, ഇനി തോറ്റ് ഇത് തുടങ്ങി വെച്ചത് ഫെയിൽ ആയാൽ എന്ത് ചെയ്യും? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന തോട്ടാണ്, എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന തോട്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവായിട്ട് പറയുന്ന ആ ഒരു തോട്ടിലായിരിക്കണം. അപ്പോ ഇതിൽ നമ്മൾ പോസിറ്റീവ് ആകുന്നത് നെഗറ്റീവ് ആകുന്നത്, ദ മോർ വർക്ക് യു ഗീവ് ടു ഐദർ ഓഫ് ദീസ് ടു ഫോർമാൻ ദ സ്ട്രോങ്ങർ ഹി ബിക്കംസ്. നമ്മൾ ഈ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെ ഇടയിലുള്ള നമ്മളുടെ പൊരുതലാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് അതിൽ നിൽക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് തോട്ട് വരും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും നമുക്ക് പറ്റൂല. പക്ഷെ അതിനെതിരെ നമ്മളൊന്ന് ഫൈറ്റ് ചെയ്യണം. അതായത് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ ഇൻറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്ന ഉള്ളിലുള്ള ആ ശബ്ദങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ ശബ്ദം മാത്രം എപ്പോഴും കേൾക്കുകയും ചെയ്താൽ, അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് തരുന്ന ആ സപ്പോർട്ടീവ് വോയിസിനെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ, നമ്മൾ നെഗറ്റീവ് ചെയ്താൽ നെഗറ്റീവിന്റെ കൂടെ പോവും, പോസിറ്റീവ് ചെയ്താൽ പോസിറ്റീവിന്റെ കൂടെ പോവും. അപ്പൊ എന്താണോ നമ്മുടെ അക്കംപ്ലിഷ്മെന്റ്, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ഗോള്, എന്താണോ ഇതെന്നുള്ളത്, നമ്മൾ എത്രമാത്രം വലുതായിട്ടാണ് നമ്മൾ ഡ്രീം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അത് നമുക്ക് കിട്ടും. നമ്മൾ എന്തോ ഒരു പറയുമല്ലോ, എത്രത്തോളം മോഹിച്ചാലേ കുന്നുക്കുരുവോളെങ്കിലും കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ, ഇത് നമ്മൾ എത്രത്തോളം വലുതാണോ നമ്മുടെ ഡ്രീംസ് അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ നമ്മൾ വലിയ ഡ്രീംസ് ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ബിഗ് ഡ്രീം ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇമേജസ്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഹോമിയോപ്പതിക് ഹോസ്പിറ്റലല്ലേ, അപ്പൊ അതിന് ചെറിയൊരു ഇതൊക്കെ മതി, അത്യാവശ്യം പേരെ കിടത്താനുള്ള ബെഡ് മതി എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ അതിൽ കുറവാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ സ്വപ്നം കാണുമ്പോൾ വലുതായിട്ട് തന്നെ കാണണം. ഓക്കെ, ഒരു വലിയ ഹോസ്പിറ്റൽ ആയിരിക്കണം, 100 ബെഡ് വേണം, അല്ലെങ്കിൽ ഇത്രയും ഇത് വേണം, അതിൽ നമ്മൾ പൈസ കൊടുത്ത് അലോപ്പത്സിനെയും വെച്ചിരിക്കണം, ICU ഉണ്ട് വേണം. ഇങ്ങനെയൊന്നും നമുക്ക് സ്വപ്നം കാണുന്നതിന് ചിലവൊന്നും ഇല്ലല്ലോ. അങ്ങനെ സ്വപ്നം കാണുക. അപ്പോൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് നമ്മളിലേക്ക് അടുത്ത് വരും, അല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി ആ സ്വപ്നങ്ങളെ നമ്മളിലേക്ക് വലിച്ചു കൊണ്ടുവരും. അതിപ്പോ ചെറിയൊരു കാര്യമാണെങ്കിൽ നമുക്കറിയായിരിക്കും, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ തന്നെ പറയും, അയ്യോ ഞാൻ ഒരുപാട് വിചാരിച്ചതാ ഇവിടെ ഒന്ന് വരണമെന്ന്, അല്ലെങ്കിൽ അയ്യോ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും നമ്മളൊരു ഡ്രീമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്തതായിരിക്കത്തില്ല. പക്ഷെ പല ഡ്രീമുകളും നമ്മൾ അറിയാതെ തന്നെ നടക്കും. അപ്പൊ പർപ്പസ്ഫുള്ളി നമ്മൾ കുറച്ച് ഡ്രീമുകൾ കാണണം. ഡോണ്ട് സെൽ യുവർ സെൽഫ് ഷോർട്ട്. ഇപ്പോ നമ്മളെ തന്നെ ഒരുപാട് ചെറുതാക്കി കാണും, എന്നിട്ട് പറയുകയും ചെയ്യും, എന്നെ പോലുള്ള ഒരാൾക്കൊക്കെ ഇത്രയൊക്കെ സാധിക്കുള്ളൂ. അതിപ്പോ നമ്മളെല്ലാവരുടെയും ഒരിതാണ്. ഒന്ന് നമ്മൾ ഓർക്കും, വലിയ പൊക്കം പറഞ്ഞെന്ന് എല്ലാവരും വിചാരിക്കണ്ട എന്നും നമ്മൾ ഓർക്കും. പിന്നെ നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാതിരിക്കാനും അങ്ങനെ ചിലർ പറയും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് കേൾക്കുന്ന മനസ്സ് നമ്മളെ തന്നെ ചെറുതായിട്ടേ കാണത്തുള്ളൂ. പിന്നെ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സ് തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ ചെറുതായി കാണരുത്. നമ്മളുടെ മെന്റൽ ഇമേജ്, ഞാൻ ഇന്നാൾ കാണിച്ചിരുന്നു, ഒരു പൂച്ച കണ്ണാടി നോക്കുമ്പോൾ സിംഹത്തിനെയാണ് കാണുന്നതെന്ന് പറയുന്ന പോലെ, നമ്മളുടെ മെന്റൽ ഇമേജ് വലുതായിരിക്കണം. നമ്മളെ തന്നെ ചെറുതാക്കി പറയരുത്. സെൽഫ് ഡിപ്രിസിയേഷൻ ഉണ്ടാകാൻ പാടില്ല. കോൺസെൻട്രേറ്റ് ഓൺ യുവർ അസെറ്റ്.
ഏതൊരു മനുഷ്യനും, ലോകത്ത് ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണും, ഉറപ്പുള്ള കാര്യമാണ്. ഏതെങ്കിലും ഫീൽഡിൽ, ഇപ്പൊ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ പാട്ട് പാടും, പാട്ട് പാടാത്ത കുട്ടിയാണെങ്കിൽ ചിലപ്പം ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ചില ചില ലേഡീസിന് വേറുള്ള കഴിവൊന്നും ഇല്ലെങ്കിലും നല്ല കുക്കിംഗ് ആയിരിക്കും, നല്ല ഹൗസ്, നല്ല വീട് നന്നായിട്ട് വെക്കുന്നവരായിരിക്കും, വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള കഴിവാണ്. അപ്പൊ ഏതാണ് നമ്മുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഏതാണ് നമ്മളുടെ അസറ്റ് എന്ന് വെച്ചാൽ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. യു ആർ ബെറ്റർ ദാൻ യു തിങ്ക് യു ആർ. നമ്മൾ എന്താണെന്ന് നമ്മൾ വിചാരിക്കുന്നു അതിനേക്കാളൊക്കെ വലിയ ആളാണ് നമ്മൾ. പക്ഷേ നമ്മൾ എപ്പോഴും അങ്ങനെ നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ല, അതാണ് സത്യം. നമ്മൾ ഇപ്പം ഞാൻ അങ്ങനെ കഴിവുള്ള ആളാണ്, ഇങ്ങനെ കഴിവുള്ള ആളാണെന്ന് പൊക്കം പറയണമെന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. നമ്മളുടെ കഴിവിനെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും തോട്ട്സ് വരുമ്പോൾ യൂസ് ദ ബിഗ് തിങ്കേഴ്സ് വൊക്കാബുലറി. നമ്മുടെ സംസാര രീതികൾ കുറച്ച് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് വലിയ ഡ്രീംസിലും വലിയ കാര്യത്തിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ യൂസ് ബിഗ് ബ്രൈറ്റ് ചിയർഫുൾ വേർഡ്സ്. നല്ല എന്താ പറയുന്ന, ഒരു കുറച്ച് വലുതായിട്ടുള്ള സ്വപ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വലിയ സംസാരങ്ങൾ വരും. വലിയ സംസാരങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷകൾ കൂടുകയും അതിനനുസരിച്ച് നമുക്ക് സന്തോഷമുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യാനും അങ്ങനെ നമുക്ക് സാധിക്കും. എപ്പോഴും നമ്മളുടെ വിജയം, സന്തോഷം, പ്ലഷർ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മൾ മാക്സിമം വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ അൺപ്ലസന്റ് ഇമേജ് ഓഫ് ഫെയിലുവർ അതൊക്കെ നമ്മൾ മാറ്റണം. വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊക്കെ ഇന്നാള് ഈ നമ്മൾ പണ്ട് ഞാനൊരു തമാശ വായിച്ച അതില് പറയും, നമ്മുടെ എല്ലായിടത്തും ഈ ഫേസ്ബുക്കിൽ വന്നതാ. ഇപ്പൊ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പം യുഎയിലൊക്കെ എൻ്റെ മോനൊക്കെ കുഞ്ഞിലെ കിടന്ന സമയത്ത് ഏത് അസോസിയേഷനോ എന്തോ ആണെന്ന് അറിയത്തില്ല, അവര് ഒരു ബൊക്കെയൊക്കെ കൊണ്ടുതരും. അവന് ബൊക്കെയൊന്നും കണ്ടാൽ അറിയത്തില്ലായിരുന്നു, ഒരു 2 വയസ്സുള്ള സമയത്തായിരുന്നു. എന്നാലും അവര് ബൊക്കെ, സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വാർഡില് സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സുഖം പ്രാപിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തിട്ടൊക്കെ പോകും. അപ്പോൾ ആരോ ഇട്ടിരുന്നതാണ്, അറബ്സ് അങ്ങനെ പറയും, വേറെ ഏതോ ആൾക്കാര് എനിക്ക് എളുപ്പ സുഖമാകട്ടെ എന്നൊക്കെ പറയും. നമ്മൾ മലയാളികൾ പറയും പോലും, ഈ അസുഖം വന്നാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ മരിച്ചത് ഇതേ അസുഖമായിരുന്നു പറയുമെന്ന്. കാരണം അപ്പൊ നമ്മളുടെ വേർഡ്സിലൊക്കെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ അറിയാതെ വന്നു പോകുന്നതാണ് ആ രീതിയിലൊക്കെ. ഇപ്പോൾ നമ്മൾ റോഡിനെ കുറിച്ചാണെങ്കിലും ഗവൺമെന്റിനെ കുറിച്ചാണെങ്കിലും ഭരണത്തിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറ്റം ഉണ്ടായിട്ടാണ് പറയുന്നത്, തെറ്റല്ല, കുറ്റം പറയരുത് എന്നല്ല. പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനൊരു ആക്ഷൻ എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഓക്കെ. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റിയാണ് കുറയുന്നത്. കൂടുതൽ കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ കുറ്റങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, പ്രാർത്ഥിക്കുന്നതിന് തന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ദൈവമേ എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വേർഡ്സിന് തന്നെ വ്യത്യാസമുണ്ട്. ദൈവമേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന ആ അപകടം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഞങ്ങൾ സുഖമായിട്ടിരിക്കണേ എന്ന് പറയുവാണെങ്കിൽ അതിന് ആ വേർഡ്സിന് തന്നെ വ്യത്യാസമുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ എനിക്ക് വന്നിരിക്കുന്ന ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം എന്നെ ആരോഗ്യവാനായിട്ട് വെക്കണേ. അപ്പൊ ആ വേർഡ്സിന് തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചില ബാഡ് വേർഡ്സ് ഒക്കെ നമുക്കറിയാമായിരിക്കും, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പറയുമായിരിക്കും. എന്നാലും വെളിയിൽ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ഡീസന്റ് ആവാനായിട്ട് ശ്രമിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ഒക്കാബുലറിയും മറ്റുമൊക്കെ മാറ്റി മാറ്റി എടുക്കണം. ഇപ്പം അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഈ ന്യൂറോളജിയിലും പണ്ട് ഞാനൊരു 24 hours ആക്സിഡന്റ് കെയറിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെയൊക്കെ മിക്കവാറും അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്നവരൊക്കെ എല്ലാവരെയും കിടന്ന് ചീത്തയൊക്കെ വിളിക്കുന്നതാണ്. പക്ഷെ അവരുടെ റിയൽ ലൈഫിൽ അവര് വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ
മിക്കവാറും അതെന്താണ് അതിന്റെ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. റിയൽ ലൈഫിൽ ഡീസന്റ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ പർപ്പസ്ഫുള്ളി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ വേർഡ്സ് ഉപയോഗിക്കത്തില്ല, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇങ്ങനെ പറയൂല, അങ്ങനെയെന്ന് പറഞ്ഞ് നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിന്റെ പാറ്റേണേ മാറുന്ന കാണും. അപ്പൊ നമുക്ക് വലിയൊരു സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും വലിയൊരു ഗോളിലോട്ട് വർക്ക് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടുമാണ് നമ്മളുടെ വേർഡ്സും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ കുറ്റത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും ഒക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വിഷൻ ഉണ്ട്, കുറച്ചും കൂടെ വലിയതാക്കണം നമ്മളുടെ വിഷനെ. സ്ട്രെച്ച് യുവർ വിഷൻ, സീ വാട്ട് ക്യാൻ ബി, നോട്ട് ജസ്റ്റ് വാട്ട് ഈസ്. എന്ത് ചെയ്യാം ഇനി നമുക്ക് എന്നുള്ളത് ചിന്തിക്കണം. അതല്ലാതെ എന്താണ് ഇപ്പൊ എന്തൊക്കെയുണ്ട്, ഇപ്പൊ നമുക്ക് ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കുന്നതിന് പകരം ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിന് ചിന്തിക്കണം. പിന്നെ പ്രാക്ടിക്കലി ആഡിങ് വാല്യൂസ് ടു തിങ്സ്, ടു പീപ്പിൾ ആൻഡ് യുവർ സെൽഫ്. ഒരു സംഭവം നമുക്കുണ്ട്, അതില് നമ്മൾ വീണ്ടും അതിൽ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കുറച്ചും കൂടെ ആൾക്കാരെ ഇട്ടാൽ നമുക്ക് എന്തൊക്കെ ആക്കി മാറ്റാം, കുറച്ചും കൂടെ എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഉള്ളതിനെ കുറിച്ചില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാം എനിക്കുള്ളത് ആകെപ്പാട് ഇത്രയും ഫെസിലിറ്റിയാണ്, എൻ്റെ ഉള്ളത് ഇത്രയും മരുന്നാണ്, അല്ലെങ്കിൽ എനിക്കുള്ളത് ഇത്ര ഈ കഴിവുകളൊക്കെയാണ്, അപ്പൊ എനിക്ക് അത്രേ പറ്റുള്ളൂ എന്ന് പറയും. അത് എല്ലാവരും പറയുന്നതാണ്. ഇതൊക്കെ പ്രാക്ടിക്കലാക്കി എടുക്കാൻ ഒരുപാട് പാടാണ്. ഇതിങ്ങനെ ഞാൻ പറയുന്നത് പോലെ അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഈവൻ ഞാൻ പോലും എന്താ പറയുന്നത് അത്രയധികം പ്രാക്ടിക്കൽ ആക്കി എടുത്തോണ്ട് വരുന്നതേ ഉള്ളൂ. ഞാനും ആ ജേർണിയിലാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ അതിലോട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും പറയാം ഇത്രയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ കാര്യമാണെങ്കിലും അതിലോട്ടൊന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നത്. തിങ്ക് അബൌട്ട് അൺഇമ്പോർട്ടൻറ്റ് തിങ്സ്. കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, വേണ്ടാത്ത കാര്യങ്ങളിലായിരിക്കും നമ്മൾ ചിന്ത കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യത്തിന്റെ പുറകിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോ നമുക്കൊരു വലിയ കാര്യമുണ്ട്, വലിയ കാര്യം നേടാനുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാണും, അതൊക്കെ തീർത്തിട്ട് വലിയ കാര്യം ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും. അതെന്താന്ന് വെച്ചാൽ ഈ കൊച്ചു കൊച്ചു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും, നമ്മൾ എന്തൊക്കെയോ ചെയ്തെന്നുള്ളത്. അപ്പൊ വലിയ കാര്യം സത്യത്തിൽ എന്തിനാ നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യം ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ വലിയ കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് എത്താൻ നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശരി, ഇപ്പൊ ഒരു പരീക്ഷയുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം കുക്കിംഗ് കഴിക്കും, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുവാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. വലിയ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യും. അതല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന്റെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അവിടെ ആ പ്രശ്നമുണ്ട്, ഇവിടെ ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മളുടെ ചിന്ത വേറെ ഒരു കാര്യത്തിലോട്ട് അല്ലെങ്കിൽ ബിഗ് ഒബ്ജക്റ്റീവ്സിലോട്ട് നമ്മളുടെ ചിന്തയെ നമ്മൾ തിരിച്ചു വിടണം. അതൊന്നും സാധ്യമല്ല. നമ്മളുടെ മനസ്സ് എപ്പോഴും ഇതുപോലെ കൊച്ചു കാര്യങ്ങളിലോട്ട് നമ്മൾ പോകും. അപ്പൊ പർപ്പസ്ഫുള്ളി ഒരു 10-20 ദിവസം നമ്മൾ അങ്ങനെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കണം. ഇപ്പോ നമ്മൾ പല കാര്യങ്ങളിലും ഒരു ദിവസം രാവിലെ മുതൽ തുടങ്ങിയാൽ നമ്മൾ ഒന്ന് വൈകുന്നേരം നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ എന്തിലൊക്കെ ഇടപെട്ടു, അതിൽ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിരുന്നു. രാവിലെ ചിലപ്പോൾ ഒരു ഫോൺ കോൾ വരും, അവരെന്തൊക്കെയോ പറഞ്ഞു, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. ഇതെല്ലാം ചിലപ്പോൾ അവർ പറഞ്ഞത് കുറെ കുറ്റമായിരിക്കും, നമ്മളും അതേ സിമിലർ കുറച്ച് കുറ്റമായിരിക്കും പറഞ്ഞത്. സത്യത്തിൽ നമ്മളുടെ ഒരുപാട് അത് വേസ്റ്റ് ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. ഇപ്പം നാട്ടിൽ നമുക്കിപ്പം അൺലിമിറ്റഡ് കോളും കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ ഒരു പഞ്ഞവും ഇല്ല. ഇങ്ങനെ ഒരുപാട് ഫോൺ കോളും അല്ലെങ്കിൽ അപ്പം നടക്കുന്ന അപ് ടു ഡേറ്റ് കുറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയരുതെന്നല്ല, നമുക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആരുടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കൊരു നമ്മുടെ മൈൻഡ് ഫ്രീ ആകത്തുള്ളൂ. അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇതിലൊക്കെ ഒരുപാട് സമയം നമ്മൾ വൈകുന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ഞാൻ എന്തിനൊക്കെയാ സമയം ചെലവഴിച്ചത്. അപ്പോൾ ശരി, ആ ഫോൺ കോളിന് 1 മണിക്കൂർ എടുത്ത്, പിന്നെ ആ ഫോൺ കോൾ ഇപ്പോ എന്താ പറയുന്നത്, ഒരു ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞ, ഞാൻ അമ്മയെ വിളിച്ച കാര്യം ഞാൻ സിസ്റ്ററോട് വിളിച്ചു പറഞ്ഞു.
അപ്പോ സിസ്റ്റർ വിളിച്ചിരുന്നു. സിസ്റ്റർ വിളിച്ച കാര്യം സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു. ഇത് ഇത് സത്യത്തിൽ ഈ 3 കോളിലും നടന്നത് ഒരു കാര്യമാണ്. അമ്മയെ വിളിച്ചു, അമ്മയുടെ സുഖാന്വേഷണം അറിയിച്ചു എന്നുള്ളത് ഇത് ഒറ്റ കോൾ. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ഒരു ഒറ്റ കോളിൽ അടങ്ങുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാവരുടെയും മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, നീ വിളിച്ചപ്പോ ഇങ്ങനെയാണോ പറഞ്ഞത്? ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ തിരക്കുള്ള നമുക്ക് ലോകത്തിന് ഗുണമല്ല, നമുക്ക് ഗുണമുള്ള പല കാര്യങ്ങൾ ചെയ്യാം ആ സമയത്ത്. ആ 1 മണിക്കൂർ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു ഇംഗ്ലീഷ് റീഡിങ്ങിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലേണിങ്ങിന് ഇപ്പം ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വേറൊരു ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ എടുക്കുന്ന എന്തെങ്കിലുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമുക്കൊരു ഡ്രീം വേണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ മനസ്സിൽ ഞാനൊരു ഇന്റർനാഷണൽ സ്പീക്കർ ആകണം എന്ന് ഒരു ഗോൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നും ഇന്റർനാഷണൽ സ്പീക്കർ ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ശരിയാണ്, എൻ്റെ ഇംഗ്ലീഷ് പോരാ, കുറച്ചും കൂടെ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയാകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇംഗ്ലീഷ് ലേൺ ചെയ്യണം. അങ്ങനെ ഇംഗ്ലീഷ് ലേൺ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാൻ 1 മണിക്കൂറെങ്കിലും അതിൽ ചെലവാക്കണം. ഓക്കെ, അതിൽ ചെലവാക്കിയിട്ട് ഞാനത് അതെനിക്ക് പറയാൻ കഴിവുണ്ടോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം ഞാനത് അതിൽ പ്രവർത്തിക്കണം. ഇങ്ങനെ നമുക്കൊരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പുറകെ, അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഇംഗ്ലീഷ് പഠിച്ചേക്കാം എന്ന് നമുക്ക് തോന്നത്തില്ല. ഇപ്പോ നമ്മൾ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇത്രാം ദിവസത്തെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആരെയൊക്കെ വിളിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിലോട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം ഒന്ന് എഴുതി നോക്കണം. നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കണം, എന്തിനൊക്കെ ഞാൻ ചെലവഴിച്ചു എന്ന്. ഇപ്പൊ ക്രിയേറ്റീവ്ലി നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കണം, എന്നെ കൊണ്ട് അത് പറ്റും എന്ന് വിചാരിക്കണം. ആദ്യം തന്നെ ഒരു കാര്യം എടുക്കുമ്പോൾ തന്നെ അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല, ഇമ്പോസിബിൾ, ഓണ്ട് വർക്ക്, കാൺ ഡു, നോ യൂസ് ഓഫ് ട്രൈയിങ് എന്നൊക്കെ നമ്മളുടെ വൊക്കാബുലറിയിൽ നിന്ന് നമ്മൾ അത് മാറ്റണം. ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും, എല്ലാ കാര്യങ്ങളും ഒരാളെ കൊണ്ട് പറ്റണം എന്നൊന്നും ഇല്ല. ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ നല്ല പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ കേൾക്കുന്നുണ്ടെ തന്നെ നമ്മൾ പറ്റൂല, അതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നതിന് പകരം നമ്മളത് ഒന്ന് ശ്രമിച്ചെങ്കിലും നോക്കുക, അതെന്നെ കൊണ്ട് പറ്റുമോ എന്നെങ്കിലും നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ ഈ വേർഡ്സ് എത്രത്തോളം നമ്മൾ പറ്റൂല, എന്നെ അതിന് പറ്റൂല, ഞാൻ അതിന് ശരിയല്ല എന്നൊക്കെ ഉള്ള വേർഡ്സ് നമ്മൾ മാറ്റി മാറ്റി എടുക്കും തോറും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും. ഇപ്പൊ തന്നെ ഒരു ആൾക്കാർ പറയും, ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന പുള്ളിക്കാർ പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന്. അത് അവരുടെ തോന്നലാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സംസാരമെങ്കിലും ഒന്ന് മാറ്റ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചുമ്മാ ആർട്ടിഫിഷ്യലായിട്ടൊന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഫേം ചെയ്ത് എഴുത് എന്ന് പറഞ്ഞ് കുറച്ച് നാൾ ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരി പറയാൻ തുടങ്ങി, ഞാൻ അന്വേഷിക്കും, എന്നെ ഇപ്പൊ അവര് വിളിക്കും, ഇവര് സംസാരിക്കും. കാരണം റിപ്പീറ്റഡ്ലി ഇത് പറയുമ്പോൾ ഇതാണ് നമ്മുടെ എനർജി എന്ന് പറയുന്ന പോലെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എനർജി പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു സ്വപ്നം വേണം. അതിപ്പോ നമുക്ക് ഒരു ഹോസ്പിറ്റൽ പണിയണം തന്നെ എല്ലാവർക്കും സ്വപ്നം വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരി, എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാകാം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് അതിനൊരു ഉദ്ദേശം വേണം, ഒരു ഡ്രീം വേണം. ഡ്രീം ഉണ്ടെങ്കിലും അതിന്റെ പുറകെ പോകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണം. Believing something can be done, there's the way to create solution. Believing something can be done. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയും നമ്മൾ അതിന്റെ പുറകെ പോവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മളൊരു റോഡിൽ കൂടെ പോവുകയാണ്, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ എന്താണ്, വേറെ ഏത് വഴി നമുക്ക് അവിടെ എത്താൻ പറ്റും? അപ്പോഴായിരിക്കും സൈഡിൽ കൂടെ ഒരു റോഡിൽ പോയാൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ ഓടണമായിരിക്കും. പക്ഷെ നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ വേറെ വഴിയെടുത്ത് പോകും.
പക്ഷെ ഉദ്ദേശമില്ല, അങ്ങനെ ഒരു സ്വപ്നമില്ല എങ്കിൽ നമുക്ക് അതിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ഒരു എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പോലും ഞാൻ ആ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്ത് എൻ്റെ മോക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ അതിന്റെ പുറകെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ രാവിലെ എണീക്കും, ഭക്ഷണം കഴിക്കും, നമ്മുടെ ജോലി ചെയ്യും, അങ്ങനെ ഡേയ്സ് ഇങ്ങനെ റോൾ ആയിക്കൊണ്ടേയിരിക്കും. തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കിയതുപോലെ തോന്നും. അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും കേൾക്കാനുള്ളത് കേൾക്കാം, അതായത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമുള്ളത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കേൾക്കാനുണ്ട്. പക്ഷെ നമ്മള് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര കേട്ട് തീർക്കണം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ, ഇപ്പൊ ഒരു പരീക്ഷയൊക്കെ വന്നാൽ നമ്മൾ ഒരു ബുക്ക് മുഴുവനും പഠിച്ചു തീർക്കുമല്ലോ എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. Don't let traditional paralyze your mind. Be receptive to ideas, be experiment. അതായത് നമുക്ക് പണ്ട് മുതലേ അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് ചില കാര്യങ്ങളുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചില ഭാഗങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാ എന്നുള്ള ആ ഒരു തോട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിയിട്ട് അതെന്താണ് പറ്റാത്തതെന്നൊന്ന് ചിന്തിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്നും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഹൗ കെൻ ഐ ഡു ബെറ്റർ? എനിക്ക് ഈ അജനയിൽ നിന്ന് നാളെ ഒരു പടിയും കൂടെ മുമ്പിൽ വരാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിലോട്ട് എന്ത് ആഡ് ചെയ്യാൻ പറ്റും? ദർ ഇസ് നോ ലിമിറ്റ് ടു സെൽഫ് ഇംപ്രൂവ്മെന്റ്. അപ്പോൾ എത്ര വയസ്സായാലും, ഞാൻ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡില് വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്, 90 വയസ്സായപ്പോഴും പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്തു, അത് പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മള് ആണെങ്കിൽ ചിന്തിക്കും ഇനിയിപ്പോ എന്തോ പഠിക്കാനാ എന്ന്. പക്ഷെ അപ്പോഴും ഇനിയും പഠിക്കാനുള്ള മനസ്സുണ്ട്. ശരി, എൻ്റെ ലൈഫ് തീരുന്നതിന് മുമ്പ് എനിക്ക് അതും കൂടെ പഠിക്കാം എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇനിയും നമ്മളിൽ ഒരുപാട് വാല്യൂസ് ആഡ് ചെയ്യാനുണ്ട്. ആ ആഡ് ചെയ്യണം എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം, അത് ചെയ്യുകയും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഇംപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ആരും തടസ്സമൊന്നും നിൽക്കുന്നില്ല, ശരിയല്ലേ? ഇപ്പോ നമുക്കൊരു നോളജ്, ഇപ്പൊ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് സ്ഥിരമായിട്ട് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തങ്ങ് തീർക്കും. ആസ്ക് യുവർ സെൽഫ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് തന്നെ ചോദിക്കുക, ഹൗ കെൻ ഐ ഡു മോർ? കപ്പാസിറ്റി ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതായത് എനിക്ക് ഇത്രയും പറ്റും എന്നുള്ളത് എൻ്റെ ഒരു തോട്ടാണ്, അത് സത്യമാകണമെന്നില്ല. അതായത് നമ്മള് വിൽമ, എനിക്ക് പേര് ഓർക്കുന്നില്ല, ഒരു നീന്തൽ താരമായിരുന്നു. അപ്പൊ അവര് നീന്തി എത്തിയിട്ട് അടുത്തെത്താറായി, പക്ഷെ ഇനിയും ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് നിർത്തി. എന്ന് പറയുന്നത് പോലെ ഇത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ തോട്ടാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനൊരു IPS ഓഫീസറുടെ തമിഴ് ലേഡിയാണ്. പുള്ളിക്കാരിയുടെ ഒരു സ്റ്റോറി പറഞ്ഞാൽ 7 സീറ്റേ ഉള്ളൂ. പുള്ളിക്കാരി ഒരു സാധാരണ കല്യാണം കഴിച്ച് സ്വസ്ഥമായ ജീവിതം ജീവിക്കുന്ന, അധികം പഠിച്ചിട്ടില്ലാത്ത ഒരു ലേഡിയായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം പുള്ളിക്കാരി പഠിക്കുകയും IPS എഴുതിയെടുക്കുകയും ചെയ്തു. അപ്പൊ IPS എഴുതാനായിട്ട് പുള്ളിക്കാരി എടുക്കുമ്പോൾ, അതായത് ശ്രമിക്കുമ്പോൾ, പല ആൾക്കാരും പുള്ളിക്കാരിയോട് പറഞ്ഞു, ആകെ 7 സീറ്റേ ഉള്ളൂ, ഇത് നിനക്ക് കിട്ടുമോ, നീ അതിനെ ട്രൈ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോ, ഞാനിത് എപ്പോഴും പറയാറുണ്ട് ഇത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് 7 സീറ്റൊന്നും വേണ്ടല്ലോ, എനിക്ക് 1 സീറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പേര് എഴുതുന്നതിൽ 7 സീറ്റല്ലേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ലിമിറ്റഡ് ബിലീഫാണ്. എപ്പോഴും നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതുമ്പോഴും പറയും, പിന്നെ 5 ലക്ഷം പേര് എഴുതി, 7 ലക്ഷം പേര് എഴുതി, അതിൽ കിട്ടുമോ എന്തോ. അപ്പൊ ഇത്രയും സീറ്റ് ഉള്ളിടത്ത് പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കും. വെറും 7 സീറ്റ് ഉള്ളപ്പോഴും പുള്ളിക്കാരി ചിന്തിച്ച്, എനിക്ക് 7 സീറ്റൊന്നും വേണ്ട, എനിക്ക് 1 സീറ്റ് മതി, അതെനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ്. പക്ഷെ നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിൽ ആരോ പറഞ്ഞ്, ഇപ്പൊ എനിക്ക് ഇന്ന കഴിവുണ്ട് എന്ന് നമ്മുടെ വീട്ടുകാർ പറഞ്ഞതോ
നാട്ടുകാർ പറഞ്ഞതും ഒക്കെ വെച്ച് നമുക്കൊരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അതല്ല നമുക്ക് ഇതിലും ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും നമുക്ക് ഇനിയും ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ആസ്കിങ് ആൻഡ് ലിസണിങ്. ബിഗ് പീപ്പിൾ മോണോപോളൈസ് ഓൺ ലിസണിങ് ആൻഡ് സ്മോൾ പീപ്പിൾ അപ്പോൾ അതുപോലെ നമ്മളെല്ലാവരും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മളെല്ലാവരും നമ്മൾ സംസാരിക്കാനാണ് നമ്മൾ താല്പര്യം കാണിക്കുന്നത്. ഒരാളെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്ന ഏതൊരു കാര്യത്തിനും പറഞ്ഞാലും എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എൻ്റെ മമ്മിക്ക് സുഖമില്ല. മമ്മിക്ക് സുഖമില്ലായിരുന്നു, ഇച്ചിരി പ്രഷർ കൂടി, ഷുഗർ കൂടി എന്നൊക്കെ നമ്മളിപ്പം ലാസ്റ്റ് വീക്ക് ഒക്കെ മമ്മിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ഞാൻ ഡോക്ടറാണ്, മമ്മി ഡോക്ടറാണ് ഒക്കെ ആണ്. പിന്നെ എൻ്റെ വീട്ടിൽ 12 ഡോക്ടേഴ്സ് ഉണ്ട് MBBS. ഞാനും മമ്മി ഒഴിച്ച് ബാക്കി എല്ലാവരും MBBS. ഇത്രയും പേരുടെ അടുത്ത് വന്നാലും ഒരു പുതിയൊരാൾ വന്നിട്ട് കുറേ ഉപദേശങ്ങൾ, അതെ നിങ്ങൾ മറ്റേത് ചെക്ക് ചെയ്യണം, ഇത് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങളാണ് നമുക്ക് തരുന്നത്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് കേൾക്കും. കാരണം എന്താണ് പറയുന്നത്, ഞാൻ അഹങ്കാരം കൊണ്ട് പറയുമല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മളോട് പറയണം എന്നുള്ളതാണ്. എന്നാൽ അവരവരുടെ നോളജിലുള്ളത് നമ്മൾ അവർക്ക് പറയണം. അത് ആരാണെങ്കിലും ഇതാണ്, എന്താണ് അവരുടെ ഫീൽഡ് അതനുസരിച്ച്, അതെ നമ്മൾ അന്ന് അങ്ങനെ ചെക്ക് ചെയ്തായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്താൽ പോരാ, മറ്റേത് ഇത് നോക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറയും. ഏതൊരാളെ എടുത്താലും ഉപദേശങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കുറവുമില്ല. കുറച്ച് പിന്നെ ഇൻഫർമേഷൻ അവര് വേണമെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരും. അതെ ഞാൻ അവിടെ പോയായിരുന്നു, മറ്റേത് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നമ്മുടെ നോളജ് ഇങ്ങനെ നമ്മൾ വിളിച്ചു പറയുന്നത് കൊണ്ട് നമുക്ക് വലിയ വിലയൊന്നും കിട്ടത്തില്ല. ഇതുപോലെ ഇപ്പം നമ്മൾ പറയാനായിട്ട് ഇരുത്തിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പറയണം, ഓക്കെ. പക്ഷേ നമ്മൾ ചുമ്മാ ഇങ്ങനെ എല്ലാവർക്കും ഉപദേശം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരിക്ക് ഒരുപാട് സമയമുണ്ട്, കുട്ടികളൊന്നുമില്ല. അപ്പൊ 2-3 ഐഡിയാസ് പറഞ്ഞു, പുള്ളിക്കാരുടെ ടൈം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്തൊക്കെയോ തുടങ്ങുന്നതിനെ പറ്റി ഒക്കെ നീ സംസാരിക്കണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഞാനത് ആ കസിനോട് പറഞ്ഞില്ല. എന്താന്ന് പറഞ്ഞാല്, ചുമ്മാ ഇരിക്കുന്ന ഒരാളോട് അവളോട് ഇതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും ഉപദേശം. കേട്ട് അവൾ മടുത്തിരിക്കുമായിരിക്കും. കാരണം വേറെ എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട്. എന്നോട് വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ പറഞ്ഞാൽ അവരും വിലമതിക്കത്തുള്ളൂ, അവരത് സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഡെയിലി എത്ര പേര് എന്തൊക്കെ ഉപദേശങ്ങൾ തരുന്നു, അതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, അത് കേട്ട് നിൽക്കാനുള്ള മനസ്സ് നമുക്ക് കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബിഗ് പീപ്പിൾ മോണോപോളൈസ് ദ ലിസ്ണിങ്. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ നിൽക്കാതെ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാനും നമുക്ക് മടിയുള്ളവരാണ്. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ അറിയാനും നമുക്ക് മടിയാണ്. അതും നമുക്കൊരു നാണക്കേടാണ്. അയ്യോ അത് ഞാൻ ചോദിക്കണോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു പറയാവോ? മിക്കവാറും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേറൊരാളെ ഏൽപ്പിക്കും. ഒന്ന് ചോദിച്ചു പറയാവോ? ഞാനായിട്ട് ചോദിക്കുന്നത് എങ്ങനെയാ? അപ്പം ആസ്ക് എന്നുള്ള പോളിസി എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ്. കാര്യം എന്താ വെച്ചാല്, ചോദിക്കണം. നമുക്ക് ആൻസർ കിട്ടുമോ കിട്ടത്തില്ല എന്നുള്ളതല്ല, ഒരു നോളജിനെ കുറിച്ച് മാത്രമല്ല, നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചോദിക്കണം. അത് എനിക്കൊന്ന് മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്നവരൊക്കെ പഠിക്കും. ആസ്ക് എന്നുള്ള പോളിസി എപ്പോഴും നമ്മൾ ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ലിസണിങ്ങിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയ ഉടനെ നമ്മൾ അതങ്ങ് ശ്രദ്ധിക്കാം എന്ന് വിചാരിക്കരുത്. ഇപ്പൊ ടൈം 8:12. എത്ര മണിയായി അവിടെ? 9:45 ആയി ഡോക്ടർ. ആണ്. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇത് എത്ര സ്ലൈഡായി? 27. അപ്പൊ ഞാൻ 2-3 കൂടെ എടുത്തിട്ട് ഇനി ഒരു സെഷനായിട്ട് ബാക്കി എടുക്കാം. അതായിരിക്കും 70 ഉണ്ടോ? 70 ഉണ്ട്. പക്ഷേ ഞാനൊരു 77 ഉണ്ട്. അടുത്ത ഒരു ക്ലാസ് കൂടെ എടുക്കാം. ഇത് കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ട് നിർത്താം. നമുക്ക് അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഡോക്ടർ അതെ, ബാക്കിയായിട്ട് വെക്കാം.
അടുത്ത ആഴ്ച കഴിയുന്ന ദിവസം 2 ആഴ്ചക്കകം. പിന്നെ നിങ്ങൾ എന്താണെന്ന് 2-3 കൂടെ പോവാലോ അല്ലെ? 30 ആക്കി നിർത്തട്ടെ. അതെ അതെ. അപ്പൊ യു ആർ വാട്ട് യു തിങ്ക് യു ആർ. നമ്മൾ എന്താണെന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂച്ചയാണെങ്കിലും സിംഹമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് സിംഹത്തിന്റെ പവർ കിട്ടത്തുള്ളൂ. അല്ലാതെ സിംഹമായിട്ട് പോലും നമ്മളെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് അതനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അപ്പൊ നമ്മൾ എല്ലാവരും ചോദിക്കും, അപ്പൊ നമ്മളതങ്ങനെ തോന്നുന്നതിന് എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ കുറച്ച് വാല്യൂസ് ആഡ് ചെയ്താൽ, കുറച്ചുകൂടെ നോളജ് നമ്മളിലുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ തോന്നും. ഇപ്പൊ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കോൺഫിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോ പണ്ട് ഞാൻ 10-15 വർഷം മുമ്പ് ഈ UAE-ലൊക്കെ വരുമ്പോ ഇവിടെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോണത്. ഞാൻ നാട്ടിലൊക്കെ ക്രോസ് ചെയ്യുകയും ട്രെയിനിൽ ഓടിക്കേറി കോളേജിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആള് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് വണ്ടി. കാരണം വണ്ടി പോണ വഴിയിൽ റോഡ് ക്രോസിംഗ് ഒന്നുമില്ല, ചില റോഡുകളിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അത് എന്റെ മനസ്സിൽ, യോ ഞാൻ ഇവിടെ റോഡ് ക്രോസ് ചെയ്യത്തില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിനായിട്ട് ട്രൈ ചെയ്തിട്ടുമില്ല. ഒരുപാട് വർഷങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇവരുടെ കൂടെ പോവും, ഇവരുടെ വണ്ടി നിർത്തുന്നിടത്ത് ഇറങ്ങും, പോവും, വരുമെന്ന്. പക്ഷെ നമ്മളെപ്പോഴും എന്താണ് പേടി എന്നുള്ളതിനെ ഒന്ന് ഫേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പേടി മാറത്തില്ല. അതങ്ങനെയാണ്, അത് പറ്റൂല എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. യു ആർ വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ അത് തന്നെ ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ അപ്പിയറൻസിൽ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഇപ്പം ഒരു ഫംഗ്ഷനോ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രത്യേക മതിപ്പ് തോന്നാം, കൊള്ളാം എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നും. അപ്പൊ ആ കൊള്ളാം എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അത് നമ്മൾ പലപ്പോഴും പറയും, മറ്റുള്ളവരെ കാണിക്കാനല്ലേ അത് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ അങ്ങനെ ചെയ്ത്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള കോൺഫിഡൻസ് അല്ല നമ്മൾ വെളിയിൽ പോകുമ്പോൾ. നമ്മളിപ്പം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ വൈറ്റ് കോട്ട് എടുത്ത് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ അല്ലേ? നമ്മൾ അങ്ങനെ ആ സമയത്തോട്ടൊന്ന് ചിന്തിച്ചു നോക്കി, ആദ്യമായിട്ട് കോട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടറാണ് എന്നൊരു തോന്നും. അപ്പൊ അതുപോലെ അഡ്വക്കേറ്റ് ആകുമ്പോൾ അവരുടെ കോട്ടിടുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കൂടുതൽ തോന്നും. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളുടെ അപ്പിയറൻസിൽ നമുക്ക് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറച്ച് ലിഫ്റ്റ് ആവും. പിന്നെ നമ്മുടെ അപ്പിയറൻസ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ഐഡിയയും കൊടുക്കും. ഇപ്പോ നമ്മൾ വൃത്തിയായിട്ടല്ല, അങ്ങനെ അയാൾ എപ്പോഴും ഒരു അഴകുഴഞ്ചൻ ടൈപ്പാണ് എന്ന് നമുക്ക് വേറൊരാൾക്ക് നമ്മളെ കുറിച്ചൊരു ഇമേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് നമ്മളെ നല്ലതാക്കി വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെ കുറിച്ച് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ്. അപ്പൊ ഒരാളെ നമ്മൾ കാണുമ്പം കൊള്ളാം എന്ന് പറയുന്ന സൗന്ദര്യത്തിന്റെ കാര്യമല്ല, അവരുടെ വൃത്തിയിലും നടപ്പിലും എടുപ്പിലും ഒക്കെ ഉള്ള ആ ഒരു ഇത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അതും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തിങ്ക് യുവർ വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. യു വിൽ റിസീവ് മെന്റൽ സിഗ്നൽസ് ഹൗ ടു ഡു യുവർ ജോബ് ബെറ്റർ. അപ്പൊ നമ്മൾ ഇഷ്ടമല്ല ഒരു ജോലി ചെയ്യുന്നത്, ഇഷ്ടമല്ലെങ്കിൽ മാറിയേക്കണം. കാരണം ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും അതൊരു ഭാരമായിട്ട് തോന്നും, എന്തോ നമ്മുടെ തലയിൽ ഒരു ഭാരം അടിക്കുന്നു. അപ്പൊ നമ്മളൊരു ജോലി ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളത് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ, ഞാൻ എൻ്റെ ജോലിയെ ഇഷ്ടപ്പെടുന്നു, കൊള്ളാലോ, ഈ ജോലി കാരണം എനിക്ക് എൻ്റെ വീട് നടത്താൻ പറ്റുന്നുണ്ട്, എനിക്ക് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ജോലിയെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മളെ കൊടുക്കുന്ന ആ എനർജി വേറെ ആയിരിക്കും. ആ എനർജി അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ നന്മകൾ നമ്മളിലോട്ട് വന്നിരിക്കും. ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ പേടിക്കുന്ന ആണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നതെങ്കിൽ അടുത്ത് ആ ആൾക്കും കൂടെ ഒരു പേടി വരും. കാരണം എന്താന്ന് വെച്ചാൽ ആ എനർജി ആയിരിക്കും അവിടെ റിസീവ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ ജോലിയെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എനർജി വേറെ ആയിരിക്കണം. The way we think towards our job determines how our subordinates. ഇപ്പൊ നമ്മൾ വളരെ ഉഷാറായിട്ട് വളരെ സന്തോഷമായിട്ട് ഇതൊരു നല്ല ജോലിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഉഷാറായിട്ട് നിൽക്കും. അതേസമയം നമ്മൾ പറയും, നമുക്ക് ഇങ്ങനെ ഒരു പൊട്ട കമ്പനിയും കിട്ടി, നമ്മളിവിടെ ഇങ്ങനെ ജോലിയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കൂടെ ഉള്ളവരെല്ലാം ഇതേ വർത്താനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് ചിലപ്പോൾ കൂടെ വന്നവർക്കൊന്നും വലിയ ജോലിയെ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും.
പക്ഷെ ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതും കേൾക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ ജോലിയെ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കൂടുതൽ ഇപ്പം നമ്മൾ പറയാറില്ലേ, ഓ കഷ്ടകാലം പിടിച്ചോ മൊട്ടയടിച്ചപ്പോ കല്ലുമുഴയെന്ന് പറയാറില്ലേ? ഒരു ബുദ്ധിമുട്ട് വരുന്നവന് വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് അവൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയും എനിക്ക് തന്നെ ഈ കഷ്ടപ്പാടെല്ലാം വന്നല്ലോ എന്ന് പറയുകയും എല്ലാ ബുദ്ധിമുട്ടുകളും വീണ്ടും വീണ്ടും ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഡോക്ടർ ശൈലടുത്ത് പറഞ്ഞു. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ ധനീഷിനോട് പറയുമോ എനിക്ക് ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം വന്നു. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ആ ഡിഫിക്കൽട്ടീസ് ആണ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ അപ്പുറം വന്നാലും നമുക്ക് കരകയറാം എന്നാണ് പറയുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് എങ്ങനെയെങ്കിലും അതൊന്ന് കരകയറ്റും എന്നുള്ളതായിരിക്കും വരുന്നത്. അപ്പോ അതുകൊണ്ട് ഡെയർ ടു ഡ്രീം ബിഗ് ലൈക്ക് എ ചൈൽഡ്. ഒരു കൊച്ചുകുട്ടി ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അത്ലറ്റ്, ഒരു നോബൽ പ്രൈസ് വിന്നിങ് സയന്റിസ്റ്റ്, ഇവരൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചത്? അവരൊക്കെ നമ്മളെ പോലുള്ള മനുഷ്യരാണ്, പക്ഷെ അവരുടെ തോട്ട്സ് ആണ് അവരെ അങ്ങനെ ആക്കിയത്. നോളജ് അല്ലാന്ന് ഞാൻ പറയുമല്ല, പക്ഷെ നോളജ് എടുക്കണമെങ്കിൽ ഒരു തോട്ട് വേണം, ഒരു ഡ്രീം വേണം. അപ്പൊ ആ രീതിയിൽ നമുക്കും ചിന്തിക്കാനായിട്ട് സാധിക്കണം. ഒരു ബില്യണർ, ഒരു ഇപ്പൊ പൈസ, ഇത്രയും പൈസയൊക്കെ ഞങ്ങൾക്ക് മതി, പൈസ ഉണ്ടാക്കണം, അതിന്റെ ആവശ്യം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും വെക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പൈസ വേണ്ട, പല ആൾക്കാരും പറയും ഞങ്ങൾക്ക് ഇത്രയും പൈസ മതി. വേണ്ട, നിങ്ങൾ അനാഥാലയത്തിന് കൊടുക്ക്, അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്ക്. നിങ്ങൾക്ക് ഇത്രയും പൈസ വേണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഏൺ ചെയ്യുക തന്നെ വേണം. വീണ്ടും പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുക തന്നെ വേണം. ആഗ്രഹിച്ച് പൈസ ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുത്തോ. ഞങ്ങൾക്ക് ഇത്രയും പൈസ, ഞങ്ങൾക്ക് എന്ത് വേണം ഡോക്ടർ, ആകെ 2 ദോശ മതി, നിങ്ങൾ ദോശ തിന്നാ മതി, വേറുള്ളവർക്ക് ദോശ കൊടുക്കാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ ഡ്രീം ബിഗ് ആവുമ്പോൾ നമ്മുടെ ഫിയറുകൾ പലതും പോയി കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ വേറൊരു കൺട്രി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയുണ്ടെങ്കിലും അവിടെ ചെന്നെത്താൻ ഫ്ലൈറ്റ് അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ പേടി മാറും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. അതിന്റെ പുറകെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും അവരവരുടെ കപ്പാസിറ്റിയിലുള്ള സ്വപ്നങ്ങൾ കാണും. ആ രീതിയിൽ നമ്മൾ കാണുക. അപ്പൊ ഇതുകൊണ്ട് നിർത്താൻ, നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ എത്ര സമയം? 8:21 അപ്പം ഇനി 8 മിനിറ്റ് 9 മിനിറ്റേ ഉള്ളു അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഞാൻ അജിനി ഡോക്ടർ ക്ലാസ്സോടുകൂടി കുറച്ചുകൂടെ സ്വപ്നം കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് തോന്നി, എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. കമന്റുകൾ പറയുകയോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയോ ചെയ്യാനുള്ളവരെല്ലാം സാറ് ഹാൻഡ് റൈസ് ചെയ്ത പോലെ പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്ത 3-4 പേർക്ക് അഭിപ്രായം പറയാനുള്ള സമയമുണ്ട്. അപ്പൊ ശ്രീധരക്കുറുപ്പ് സാറിലേക്ക് പോകാം. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ ആന്റണി, ഫാന്റാസ്റ്റിക്, വളരെ എൻകറേജിങ്. ഓക്കെ, കൊള്ളാം, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ, താങ്ക് യു. അത് എനിക്ക് പറയാനുണ്ടോ. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമുക്ക് വെറും താഴ്ത്തിപ്പറയല്ല, ഹോമിയോപ്പതി ക്ലാസ് തന്നെ പോരാ, ഇതുപോലെയുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകളും വളരെയധികം പലർക്കും ഗുണം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു വെരി മച്ച്. കം അഗെയിൻ ആൻഡ് അടുത്ത ക്ലാസ്സും ബാക്കിയും കൂടെ എടുക്കുക. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, സന്തോഷം കുറുപ്പ് സാറ്. അടുത്തത് ദീപ പ്രകാശ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടറെ പറഞ്ഞോളൂ. ഡോക്ടറെ, നല്ല ക്ലാസ് ആണ് കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. ഈ പൗലോ കൗലോന്റെ അൽക്കമിസ്റ്റ് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അങ്ങേര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ
ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നു പറയുന്നുണ്ട്. അതെ അത് ശരിക്ക് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റും. അത് ആ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി ഞാൻ കയറിയാണ്. വളരെ ക്ലാസ്. ഓക്കെ, താങ്ക് യു. അജിന് ഡോക്ടർ ഒരിക്കൽ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഈ ഒരു ഡയലോഗിലായിരുന്നു തുടങ്ങിയത്. എന്താ ഈ ഡോക്ടറുടെ ഒരു സെഷൻ മുമ്പ് ഒരിക്കൽ നടത്തിയപ്പോൾ ആ. ഈ ഒരു സെഷൻ ഈ ഒരു ഡയലോഗ് ഡോക്ടർ പറഞ്ഞിരുന്നു. അല്ല മിക്കവാറും ഈ നമ്മുടെ ഈ മോട്ടിവേഷണൽ ബുക്സ് എല്ലാം എടുത്താല് എല്ലാത്തിലും പറയുന്നത് സെയിം കാര്യങ്ങളായിരിക്കും. തിരിച്ചും മറിച്ചും ഒക്കെ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ രീതിയിലൊക്കെ നമ്മുടെ തോട്ട്സ് പോകാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമ്മുടെ അബ്ദുൽ സലാം സാറ് കുറച്ചു നേരം കൊണ്ട് ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നത് എന്താണ് പറയാനുള്ളത്? അബ്ദുൽ സലാം സാറേ, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമസ്കാരം. ക്ലാസ്സുകൾ നന്നായിരുന്നു, അത് ചോദിക്കേണ്ടില്ല. നമുക്ക് ഡോക്ടറുടെ ക്ലാസ് കണ്ടുമാനം കിട്ടിയതാണ്. ഇനിയും ഒരുപാട് വേണം. പിന്നെ ഡോക്ടറുടെ ബുക്കൊക്കെ അന്ന് ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അതിനെപ്പറ്റി അഭിപ്രായം ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും വരിക, ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുക, ഇംഗ്ലീഷിലും ഇത് നടത്തിക്കൊണ്ടുപോകും വേണം. ഡോക്ടർ ഇന്നും കൂടി റിക്വസ്റ്റ് ചെയ്യണം ഈ പരിപാടികള്. ഓക്കെ, സന്തോഷം സാറേ. ഞാൻ അടുത്ത് സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണുന്നില്ല. അപ്പൊ അവിടെ പോയി സലീം കുമാർ ഡോക്ടറെ സംസാരിച്ചു. പറഞ്ഞോ ഡോക്ടറെ. ആന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാനില്ല. അൺമ്യൂട്ട് ആയിപ്പോയി. ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. കേക്കാം. വീഡിയോ വീഡിയോ ഓഫ് ആണോ അല്ലേ? വീഡിയോ വന്നില്ല. ഞങ്ങള് വിചാരിച്ചിരിക്കുന്ന വീഡിയോ ഓഫ് ആണോ? വീഡിയോ ഓഫ് ഓണാക്കാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല, പ്രശ്നമില്ല, ഓപ്ഷൻ തരാം. കുഴപ്പമില്ല, ഓണാക്കാൻ പറ്റുന്ന സാരമില്ല. അല്ല, ഇനി ഓണാക്കിക്കോ. ഇനി ഒന്ന് ഓണാക്കിയേ. ഓക്കെ ഓക്കെ. ഞാൻ ട്രെയിനിലിരിക്കാം. ഡോക്ടർ പറയാനുള്ള അടുത്തൊരു സംഭവം ഉണ്ടായി. എന്റെ ഒരു പേഷ്യന്റ്, അവള് 35 വയസ്സുണ്ട്. അവളുടെ ലെഫ്റ്റ് കയ്യിലെ കൂടി ഒരു കണ്ടെയ്നർ ലോറിയുടെ ഫ്രണ്ട് വീല് കയറിപ്പോയി. എന്നിട്ട് 1 വർഷത്തോളം എടുത്ത് അത് ആ ബോണൊക്കെ ശരിയായി വരാം. അങ്ങനെ അന്ന് അവള് പിടിച്ച് നടക്കണ സമയമായി കഴിഞ്ഞപ്പോഴേക്കും ഫാദറും കേട്ടോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഫാദർ മരിച്ചു. കേൾക്കണില്ല, സൗണ്ട് കുറവായിട്ടാ തോന്നുന്നത്. ട്രെയിനിങ് ആയതുകൊണ്ടായിരിക്കും. പറഞ്ഞോ ഡോക്ടറെ. ഓ ശരി, ട്രെയിനിൽ ഇരിക്കുകയാണ്. വീഡിയോ വേണ്ട, ഡോക്ടർ പറഞ്ഞോളൂ. അപ്പൊ ഫാദർ അവർക്ക് ഡൈനിങ് ജോലി കിട്ടി. അപ്പൊ ഓഫീസിൽ പോയേ പറ്റൂ, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവള് എങ്ങനെയെങ്കിലും പോയാൽ വേണ്ടിട്ട് അവള് പറഞ്ഞു 9ാം ദിവസം അവള് മര്യാദക്ക് നടന്ന ഓഫീസിലോട്ട് ബസ്സിൽ കയറി ഓഫീസിൽ പോയി. അതുവരെ ക്രച്ചസിന് മാത്രം എനിക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതാണ്. അതാണ്. ക്ലിയർ ആവുന്നില്ല, റേഞ്ച് പോയി. അല്ല, ഡോക്ടർ പറഞ്ഞതിന്റെ സാരം ഇതാണ്. പോകേണ്ടത് കൊണ്ട് 15ാം ദിവസമോ എത്രാം ദിവസം തന്നെ പോയി എന്നുള്ളതാണ്. അത് സെയിം ഒരു വീഡിയോ എൻ്റെ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഓർമ്മിപ്പിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മാജിക് മാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 25th ഡിസംബറിൽ ഞാൻ ആശുപത്രിയിൽ നിന്ന് മുഴുവനും ഫുൾ ആക്സിഡന്റ് ആയി കംപ്ലീറ്റ് പൊട്ടി കിടന്ന ആളാണ്. ഞാൻ ഒരു 25th ഏപ്രിൽ ഞാൻ വെളിയിൽ ഇറങ്ങും, നടന്നു പോകും ഹോസ്പിറ്റലിൽ എന്ന് പുള്ളി അങ്ങ് വിചാരിച്ചു. എന്നിട്ട് നടന്നു പോകാനായിട്ട് സലികുമാർ ഡോക്ടറെ ഒന്നും കേൾക്കുന്നില്ല. ഡോക്ടറെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർ ഒന്നും കേൾക്കുന്നില്ല. ഡോക്ടറെ ഉള്ളത് കൊണ്ട് ആ പടം വരച്ചെടുത്തു. ഡോക്ടർ കേട്ട മറുപടിയും പറഞ്ഞു. 9ാം ദിവസം. അതാ ഞാൻ പറഞ്ഞത്.
അത് നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിലേ അങ്ങനെ ഇതാകത്തുള്ളൂ. ഇന്നതിന് മുമ്പ് നമുക്ക് റിക്കവർ ആവണം. അപ്പൊ റിക്കവറി പോലും നമ്മളുടെ മനസ്സിന്റെ ശക്തിയാണെന്നുള്ളതാണ്. അല്ലാതെ ഒരു അസുഖത്തിന് ഇപ്പൊ ഒരു തമാശ പറയുകയാണെങ്കിൽ, പണ്ടൊരു ലേഡിക്ക്, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ലേഡിക്ക് അമ്മായിയമ്മയുടെ വീട്ടിൽ വന്നപ്പോ ഡെങ്കു പിടിച്ചു. അപ്പൊ പുള്ളിക്കാരിക്ക് അത് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചെത്തണം, ഇവിടെ കിടന്നുപോയാൽ എന്തെടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പുള്ളിക്കാരി പിറ്റേ ദിവസം തന്നെ അസുഖവും, എനിക്ക് കുഴപ്പമില്ല, സാധാരണ പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഡെങ്കു ആണോ ചിക്കൻ ഗുനിയാണോ എന്ന് എനിക്കറിയത്തില്ല, സാധാരണ പനിയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ബസ് കയറി തന്നെ അങ്ങ് പോയി. അന്ന് പനിയൊന്നുമില്ല പുള്ളിക്കാരിക്ക്, നോർമലായിട്ട് പോയി. ആ പനി ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് കേൾക്കാം 2 ആഴ്ചയോളം എങ്ങാണ്ട് പുള്ളിക്കാരി വീട്ടിൽ കിടന്നു. കാരണം ആ 2 ദിവസം കഴിഞ്ഞിട്ട് ശരിക്കും ബുദ്ധിമുട്ടുള്ള ദിവസം പുള്ളിക്കാരി ട്രാവൽ ചെയ്യുകയും വീട്ടിൽ പോവുകയൊക്കെ ചെയ്തു. കാരണം ഇവിടുന്ന് പോണം എന്നുള്ള ആ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ പല കാര്യങ്ങളും. നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അസുഖമാണെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതെ അതെ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും എപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കണം എന്നല്ല, പക്ഷെ നമുക്കൊരു ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അത് അറിയാതെ ചെയ്തോളും. ഓക്കെ, അപ്പോ അജിനി ഡോക്ടർക്ക് നന്ദി പറയേണ്ടത്. ഹരിഹരൻ ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 minutes ഉണ്ടോ? ഹരിഹരൻ സാർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തതിന് പിന്നെ ഹരിഹരൻ സാർ ഉണ്ടോ? സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തതാണോ? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. വന്നു. രണ്ട് പോ. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ അജിനി. സർ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് താങ്കൾ മോളെ കുറിച്ച് അഭിമാനം തോന്നുന്നു കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. എന്താന്ന് വെച്ചാൽ ഞാന് ഈ സൈക്കോളജി ക്ലാസ്സുകൾ പല ആൾക്കാരുടെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് അട്ടർ ബോറിംഗ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അട്ടർ ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാണോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവരത് കുറെ വാക്കുകള് അത് ഇതെന്നൊക്കെ പറഞ്ഞ് സൈക്കോളജിയിലെ കുറച്ച് വാക്കുകള്, അതിന്റെ ഡെഫിനിഷന്, കുറച്ച് ആൾക്കാരുടെ പേരുകള്, അത് ഇത്, ചില ഡയഗ്രാംസ്, അത് ഇത്. പക്ഷെ അജിനി പറഞ്ഞത് ഒക്കെ വളരെ വളരെ നന്നായിരിക്കുന്നു. വളരെ വളരെ ശരിയാണ് പറഞ്ഞത്. ഒരാൾക്ക് വേണ്ടതെല്ലാം അജിനി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ യു ഹാവ് ടു ഡ്രീം. നിങ്ങൾ ഒരു വീട് വെക്കാൻ നേരത്ത് നിങ്ങളുടെ മനസ്സിൽ വീട് വേണം, അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും വീട് വെക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡ്രീം വേണം. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ അജിനി വേറൊരു കാര്യം പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫേസ് ദി ബ്രൂട്ട്. മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് ബ്രൂട്ടിനെ ഫേസ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ബ്രൂട്ടിനെ ഫേസ് ചെയ്താൽ ബ്രൂട്ട് പമ്പ കിടക്കും. ആൾക്കുരങ്ങാണ് കാശിയിലുള്ളത് പണ്ടൊക്കെ, ഇപ്പോഴൊന്നുമില്ല. അന്ന് ഈ കുരങ്ങുകള് വരുന്ന ആൾക്കാരുടെ ഭാണ്ഡം പറിച്ചുകൊണ്ട് പോകും. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ കാശി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ ഒരു കുരങ്ങ് കൂടിയപ്പോൾ അദ്ദേഹം ഓടി. എന്തുമാത്രം സ്പീഡിൽ ഓടിയോ അത്രയും സ്പീഡില് ഈ കുരങ്ങ് ഓടി. അപ്പോൾ അവിടുന്ന് ഒരു സന്യാസി വിളിച്ചു പറഞ്ഞു, ഫേസ് ദ ബ്രൂട്ട്. നിങ്ങൾ ആ കുരങ്ങിനെ ഫേസ് ചെയ്യേ. പക്ഷെ ഒരു കല്ലും പിടിച്ച് കുരങ്ങനെ ഫേസ് ചെയ്തപ്പം കുരങ്ങന്റെ പാട്ടിൽ. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ ഓരോ കാര്യം. പിന്നെ അജിനി പറഞ്ഞൊരു വലിയ വണ്ടർഫുൾ ട്രൂത്ത് ഉണ്ട്. എന്താ അറിയാമോ? നമ്മുടെ മലയാളീസിന് ഒരു പ്രത്യേകതയുണ്ട്, ഉപദേശിക്കാനുള്ള വാസന. അതിന് യാതൊരു ക്ഷാമവും ഇല്ല. എന്നാൽ ഈ ഉപദേശിക്കുന്നവനെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല. അതാ വേറെ രസം. പക്ഷെ അവന്റെ ഉപദേശത്തിന് യാതൊരു ക്ഷാമവും ഇല്ല. വളരെ ശരിയാണ്. പിന്നെ യു സെഡ് അബൌട്ട് ഡ്രസ് കോഡ്. ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് വന്നാൽ ഷോർട്ടാക്കണേ, നമുക്ക് സമയം. അതെ, നിർത്തി. ഞാൻ ഒന്നും പറയാതിരിക്കായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു അഭിപ്രായം പറയാതിരിക്കായിരുന്നു. പക്ഷെ അജിനിയുടെ ഇത് കേട്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അതായത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു പേഷ്യന്റ് വന്നാൽ ആ കത്തിയും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് കൈയെല്ലാം ഒന്ന് ബ്ലാമ്പി കഴുകിയിട്ട് പോയി പേഷ്യന്റിനെ നോക്കും. എന്നാ ഇതിനൊരു കൃത്യസമയം വെച്ച് ആ ഡിസ്പെൻസറി പോയി ഇരുന്നൂടെ? അത് ചെയ്യത്തില്ല. ഇത് ഡ്രസ് കോഡ് മാത്രമല്ല, ടൈം ഷെഡ്യൂൾഡ് വേണം. നമ്മുടെ പ്രൊഫഷണൽസിന് ഒരു ടൈം ഷെഡ്യൂൾ വേണം.
അത് നമ്മുടെ പല ഡോക്ടർമാർക്കും ഇല്ല. ഇതൊക്കെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ അജിനി എന്ന് പറഞ്ഞല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ആം വെരി മച്ച് പ്രൗഡ് ഓഫ് യു. ഓക്കെ, താങ്ക് യു. സന്തോഷം. നമ്മുടെ അജിനി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ജയചന്ദ്രൻ ഡോക്ടറെ വിളിക്കുക. ഹലോ ഡോക്ടർ അജിനി, സർ. ഒത്തിരി നാളായി കണ്ടിട്ട്. അതെ അതെ, ഞാൻ പറയാം, നമ്മള് മറ്റേ എന്താ പറയുന്നത്, ഈ സിക്ക് ലീവ് ആയിരുന്നതൊക്കെ പറയുന്ന പോലെ ഞാനൊരു 1-2 മാസം ലീവായിരുന്നു. അതെ 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 അതെ. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് പ്രത്യക്ഷപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നല്ലൊരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് വന്നത്. അത് നല്ല ഭാഷയിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഡോക്ടർ സജിനിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിൽ, എൻ്റെ സ്വന്തം പേരിലും അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും വരണമെന്നും ഇതുപോലെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞു തരണമെന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ, സന്തോഷം. നിങ്ങളെ പോലുള്ള ഓഡിയൻസ് എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കൊണ്ടാണ് എനിക്ക് അപ്പൊ ഇന്നത്തെ അജിനി ഡോക്ടർ നല്ല ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ മലയാളം സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അജിനി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.